ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവിതം താളം തെറ്റിക്കിടക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എവിടെ തിരിഞ്ഞാലും നഷ്ടങ്ങൾ മാത്രം, ലാഭം ഇല്ല, സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതം അസ്വസ്ഥത പൂണ്ടതാണ് എങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഭയവും നിരാശയും നിറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ഈ രാത്രിയിൽ നമ്മെ തന്നെ ഇന്ന് ഉറങ്ങാൻ മുൻപ് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരരുമായി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി, മാതാപിതാക്കളുമായി, മക്കളുമായി രമ്യതപ്പെടുക. നിങ്ങൾക്ക് പരസ്പരം ആത്മീയമായ അകൽച്ചയുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് രമ്യതപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തോട് നാം രമ്യതപ്പെടുവാനാണ് യേശു ക്രിസ്തു കുരിശുമരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ശത്രുതയകറ്റാൻ, ദൈവവുമായുള്ള നമ്മുടെ ഐക്യത്തിനും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്കായി ലഭിക്കുന്നതിനുമാണ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരണമടഞ്ഞത്. ആ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ കോപത്തിലും വിദ്വേഷത്തിലും ശത്രുതയിലുമാണ് എങ്കിൽ ഇന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യുക. അതിൻ്റെ കാരണം എന്താണ്? ഒരുപക്ഷെ അത് ചില സംശയങ്ങൾക്ക് പേരിലായിരിക്കാം, അവിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം, ഒരുപക്ഷെ കൂടെയുള്ളവർ തെറ്റ് ചെയ്തതുകൊണ്ടാകാം, അത് നിങ്ങൾ കണ്ട് പിടിക്കപ്പെട്ടതിൻ്റെ ഫലമായാകാം, ഒരുപക്ഷെ നിങ്ങളെ അവർ വഞ്ചിച്ചതുകൊണ്ടാകാം, നിങ്ങളുണ്ടാക്കിയ സകല സമ്പത്തും അവർ നശിപ്പിച്ചതുകൊണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ കണ്ട് അസൂയപ്പെടുന്നവരാകാം. ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് ആത്മീയ തലത്തിൽ നിങ്ങൾക്ക് അവരോട് രമ്യതപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിൽ ഇന്ന് നമുക്ക് അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കാനും ക്ഷമയോടെ സംസാരിക്കാനും അവരെ സ്നേഹത്തിൽ ഒന്നാകാനും നമുക്ക് ശ്രമിക്കാം. ദൂരെയാണ് എങ്കിൽ ആത്മീയമായി തന്നെ അവരോട് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക. കർത്താവുമായി നിങ്ങൾ രമ്യതപ്പെടുക. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് യഥാർത്ഥമായി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം എങ്ങനെയാണ് എന്ന് ഓർക്കുക. ഒരുപക്ഷെ ജീവിതം അവർ ഒത്തിരി അസഹ്യത തന്നു, സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അവർ തന്നു. എങ്കിലും ഇന്ന് അവരോട് രമ്യതപ്പെടാൻ ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് കോപമില്ലാതാകുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക, അവർക്ക് നന്മ ചെയ്യുക. വചനം പറയുന്നു, നിങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുവിൻ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇതാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ചില ചെറിയ ചെറിയ കലഹങ്ങളും വഴക്കുകളും അസൂയയും കോപവും എല്ലാം കർത്താവിന് ഈ രാത്രിയിൽ കൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ജീവൻ എടുക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് പരസ്പരം ആരോടും വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല. ആരോടും കോപം വെച്ചുകൊണ്ട് നാം ഈ ലോകം വിടാൻ പാടില്ല. അതിനാൽ തന്നെ ശത്രുത അവസാനിപ്പിക്കാം. നമുക്ക് പരസ്പരം രമ്യതപ്പെടാം. കർത്താവിനോട് പറയുക, കർത്താവെ, ഇന്ന ചില വ്യക്തികളോട് എനിക്ക് രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല, എനിക്ക് അവരോട് ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നിന്റെ കൃപ ഉണ്ട് എങ്കിൽ എനിക്കതിന് സാധിക്കും. എനിക്ക് അവർ കാരണമുണ്ടായ നഷ്ടങ്ങളെ കർത്താവെ നീ തന്നെ നികത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നിങ്ങൾ ഒരു സുഹൃത്ത് എന്ന പോലെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്കെന്ത് സാധിക്കും, എന്ത് പ്രയാസമാണ്, എല്ലാം കർത്താവിനോട് ഏറ്റുപറയുക. ഈ രാത്രിയിൽ
പരസ്പരം കലഹത്തിൽ നിന്നും വിട്ടുമാറി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായി വിദ്വേഷം വെടിഞ്ഞ്, കോപവും അസൂയയും ശത്രുതയും വെടിഞ്ഞ് സ്നേഹത്തിലായിരിക്കാം. ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ദൈവഹിതം. ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് എത്ര പേരോട് നാം വെറുപ്പിൽ കഴിയുന്നുണ്ട്, ശത്രുതയിൽ കഴിയുന്നുണ്ട്, കോപത്തോടെ എത്ര പേരെ കാണുന്നുണ്ട്, ഇഷ്ടമില്ലാതെ എത്ര പേരെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എല്ലാം നാം ഒന്ന് ആത്മപരിശോധന ചെയ്ത് ഈ രാത്രിയിൽ ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം. കർത്താവേ, എല്ലാവരോടും രമ്യതപ്പെടാനുള്ള മനസ്സും ഹൃദയവും നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഒരു നല്ല ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിച്ചു. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിന്റെ ശക്തമായ കരം ഞങ്ങളെ രക്ഷിച്ചു. കർത്താവേ, ഇന്നത്തെ ദിവസം നിന്റെ പരിപാലനയോർത്ത് നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ നിന്റെ വിളി സ്വീകരിച്ച് ഞങ്ങൾ വരുന്നു. കർത്താവേ, അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും മാറ്റി, അശ്ലീലങ്ങൾ മാറ്റി, കോപവും വിദ്വേഷവും അസൂയയും ദുസ്സംശയങ്ങളും നീക്കി ഒരു വിശുദ്ധമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ പലരോടും രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, സഹോദരി സഹോദരങ്ങളോട്, ഇൻലോസിനോട്, മക്കളോട് പോലും രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ അധികാരികളോട്, അയൽവാസികളോട്, സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് കർത്താവേ, ഞങ്ങൾക്ക് രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ രാത്രിയിൽ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് എൻ്റെ കൃപ മതി. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണ്. ഞങ്ങൾക്ക് സ്നേഹിക്കാനോ ക്ഷമിക്കാനോ അവരെ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ സാധിക്കുന്നില്ല. എന്നാൽ നിന്റെ കൃപയുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളോടും ഞങ്ങൾ ആരോടൊക്കെ ശത്രുതയിൽ കഴിയുന്നോ, കലഹത്തിൽ കഴിയുന്നോ, അവർക്ക് വേണ്ടി കുറഞ്ഞത് പ്രാർത്ഥിക്കുവാനെങ്കിലും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ, കലഹിച്ചു കഴിയുന്നവർക്ക് രമ്യതയുടെ അത്യാവശ്യമുണ്ട്. അതിനാൽ അനുതാപമുള്ള ഹൃദയത്തോടെ പരസ്പരം രമ്യതപ്പെടുവാൻ, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനം പറയുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ
നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ രാത്രിയിൽ ഞങ്ങളെ ഉപദ്രവിച്ചവരോട്, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട്, ഞങ്ങൾക്ക് അകാരണമായി നഷ്ടങ്ങൾ വരുത്തിയവരോട്, ഞങ്ങളുടെ ഉയർച്ചയെ അസൂയപ്പെട്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരോട്, ഞങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയവരോട്, ഞങ്ങളുടെ ജീവന് ഭീഷണിയായവരോട് എല്ലാം കർത്താവേ, ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നിന്റെ കൃപയാൽ ഞങ്ങൾക്കിതിന് ഈ രാത്രിയിൽ തന്നെ സാധ്യമാകണം. എൻ്റെ കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ നീ എൻ്റെ ജീവനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്താൽ കർത്താവേ, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും ക്ഷമയും മാത്രമാണ് എൻ്റെ സ്വത്ത്. അതിനാൽ ഞാൻ ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതാണ് എൻ്റെ സമ്പത്ത്. അതിനാൽ ഇന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയ വ്യക്തികളോട് ഈ രാത്രിയിൽ പൂർണ്ണമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ ഇന്ന് അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരും എപ്പോഴൊക്കെ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എപ്പോഴൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നുവോ, നീ ഞങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്, കരുണ കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ സഹവാസികളോട് ഞങ്ങൾ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുള്ളത് നീ മാറ്റിത്തരണമേ. കർത്താവേ, നീ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ക്ഷമിക്കുവാനും ഈ രാത്രിയിൽ കൃപ തരണമേ. കർത്താവേ, ഞങ്ങളെക്കൊണ്ട് മാനുഷികമായി ഇതിന് സാധ്യമല്ല. എന്തെന്നാൽ ഞങ്ങളുടെ ഹൃദയത്തെ അത്രമാത്രം ആഴത്തിലാണ് അവർ മുറിപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ. ഞാൻ നിന്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു, ഞാൻ നിന്റെ മുറിവുകളെ വെച്ചുകെട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അതിനാൽ ഈ രാത്രിയിൽ മറ്റുള്ളവർ ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, അധികാരികൾ, സുഹൃത്തുക്കൾ, സഹവാസികൾ, സഹപ്രവർത്തകർ, എല്ലാവരും ഞങ്ങളെ പീഡിപ്പിച്ച ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് അസാധ്യമാണ്. എന്നാൽ നിന്റെ കൃപയുണ്ട് എങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമിക്കും, അവരെ സ്നേഹിക്കും, അവരോട് കരുണ കാണിക്കും. എന്നാൽ ഞങ്ങൾക്ക് ദാനമായി നീ നൽകി, ഞങ്ങളും മറ്റുള്ളവർക്ക് ദാനമായി നൽകാൻ കൃപ തരണമേ. ദാനമായി നീ നൽകിയ സ്നേഹവും കരുതലും കാരുണ്യവും ഈ രാത്രിയിൽ ഞങ്ങളും മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാൻ കൃപ തരണമേ. കർത്താവേ, നീതിമാന് ഞങ്ങളുടെ കാരുണ്യം ആവശ്യമില്ല. എന്നാൽ കർത്താവേ, ഒരു പാപിക്കാണ് ഞങ്ങളുടെ ക്ഷമയും കാരുണ്യവും ആവശ്യമായുള്ളത്. അതിനാൽ ഈ രാത്രിയിൽ പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരസ്പരം ബഹുമാനിക്കാൻ, അംഗീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ നന്മ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നന്ദിയോടെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന് ഞങ്ങൾക്ക് കഴിയണമേ. കർത്താവേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന തിരുവചനം ഇന്ന് ഞങ്ങളിൽ അന്വർത്ഥമാകണമേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഇന്ന് പരസ്പരം എല്ലാവരോടും ഞങ്ങൾ കരുണയോടെ പ്രവർത്തിക്കാൻ, നോക്കാൻ, സംസാരിക്കാൻ, സ്നേഹിക്കാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്ത ഈശോയെ,
ഞങ്ങളുടെ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ബന്ധങ്ങളെ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിക്കണമേ. കർത്താവേ, എല്ലാ കലഹവും വിദ്വേഷവും വിട്ട് സമാധാനത്തോടെ സ്നേഹത്തോടെ പരസ്പരം വർത്തിക്കുവാൻ, ജീവിക്കുവാൻ, സഹായിക്കുവാൻ, കരുണ കാണിക്കാൻ ഈ രാത്രിയിൽ നിന്റെ കരുണയുടെ ഹൃദയം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, കരുണയുണ്ടാകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സകല ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി, എല്ലാ ദുഃഖവും മറന്ന് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ കടന്നു വരാൻ വീണ്ടും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല പാപങ്ങളും ഈ രാത്രിയിൽ അവിടുന്ന് ക്ഷമിച്ച്, കർത്താവേ, ഈ രാത്രിയിൽ നീ ഞങ്ങളെ വിളിച്ചാൽ വിശുദ്ധമായ ഒരു ഹൃദയവും വിശുദ്ധമായ ഒരു ശരീരവും വിശുദ്ധമായ ഒരു മനസ്സും വിശുദ്ധമായ ഒരു ആത്മാവും പേറി ഞങ്ങൾക്ക് നിന്നെ കാണാൻ ഇടവരുത്തണമേ. അത്രമാത്രം വിശുദ്ധിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുന്ന നാഥ, എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെ സംരക്ഷിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീല മേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തും ചുറ്റുപാട് മുഴുവനും നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ, ഞങ്ങളുടെ വസ്തുവകകൾക്കുമേലുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി, ഭയം മാറ്റി, ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാറ്റി അവിടുത്തെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാ ഭയവും നീക്കി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.